പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഒടുവിൽ അഭിഷേക്. മാത്രവുമല്ല, ദേവബാല ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു. അഭിഷേകിനെ ചെന്ന് കാണുന്ന ദേവരാജൻ, എൻ്റെ മകൾ എവിടെയാണ് എന്നുള്ള കാര്യം എന്നോട് പറയണമെന്നും നീ അവളെ ഒഴിവാക്കുന്നതിനായി അവളെ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. എനിക്ക് എൻ്റെ മോളെ തിരികെ വേണം, അതും ജീവനോടെ. നീ അവളെ എവിടെയാണ് ഒളിപ്പിച്ചത് എന്നുള്ള കാര്യം എന്നോട് തുറന്നു പറയുകയാണ് എങ്കിൽ ഞാൻ അവളെയും കൊണ്ട് ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം എന്ന് ദേവരാജൻ അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന അഭിഷേക്, ദേവബാല എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അന്ന് ഓഫീസിൽ നിന്ന് അവൾ പോകുന്നതിൽ പിന്നെ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന കാര്യം പോലും മനസ്സിലാകാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ദേവുവിനെ കൊല്ലാൻ മാത്രം ഞാൻ അധപതിച്ചിട്ടില്ല എന്നും എന്നെ വിശ്വസിക്കണമെന്നും വ്യക്തമാക്കുകയാണ് അഭിഷേക്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ദേവരാജന്റെ മനസ്സിൽ. തന്നെ ഇവൻ വഞ്ചിക്കുകയാണോ, അതോ യഥാർത്ഥത്തിൽ എന്താണ് ദേവബാലയ്ക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യവും അറിയാതെ ആകെ ഞെട്ടിപ്പോകുന്ന അയാൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം കണ്ടെത്തിയേ പറ്റൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായുള്ള തീരുമാനം ദേവരാജൻ എടുക്കുകയും ദേവബാലയെ കാണാനില്ല എന്നുള്ള പരാതി കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം സോഹനെ ഫോൺ ചെയ്യുന്ന അഭിഷേക്, ദേവബാലയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും ഇല്ലെങ്കിൽ പ്രശ്നം വഷളാകും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത്. ദേവബാലയെ ആരോ തട്ടിക്കൊണ്ടുപോയത് തന്നെയാണ്. പക്ഷേ ചോദ്യങ്ങൾ വരുന്നത് തൻ്റെ നേർക്കാണ്. സംശയത്തിന് കൃത്യമായ കാരണവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പ്രശ്നങ്ങൾ വഷളാകാതിരിക്കുന്നതിന് നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഈ കാര്യങ്ങൾ പുറത്തു വരികയാണ് എങ്കിൽ ഇഷയും അതുപോലെ തന്നെ റാംമോഹനും കാര്യങ്ങൾ അറിയാൻ ഇടയാകും. അതോടുകൂടി എൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സോഹൻ. മാത്രവുമല്ല, ഇതേ തുടർന്ന് അന്വേഷണം ഇരുവരും ചേർന്നുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താവും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അത് മറ്റൊന്നുമല്ല, ഉടൻ തന്നെ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന അവരുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് ജയരാമനിലാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന അഭിഷേക് ജയരാമനെ ദേവബാല കണ്ടിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. ഇതോടെ ജയരാമനും ദേവബാലയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി അന്വേഷിക്കുന്നതിനായി തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവർ. ഇതേ തുടർന്നാണ് സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത്. ജയരാമൻ ദേവബാലയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ള മൊഴികൾ ചിലർ നൽകിയതിനെ തുടർന്ന് ജയരാമന്റെ ചതികൾക്ക് പിന്നിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് അഭിഷേകിന്. സോഹനോട് ഇത് ഉറപ്പ് തന്നെയാണ്, ജയരാമൻ തന്നെയാണ് ഈ ചതിക്ക് പിന്നിൽ. അയാൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും എന്നുള്ള കാര്യവും എനിക്ക് അറിയാം എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെയാണ് ഇനി കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്.
എത്രയും പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇപ്പോൾ ബാലയുടെ അച്ഛൻ ദേവരാജൻ പോലും എന്നെ വിശ്വസിക്കാത്ത അവസ്ഥയാണ് വന്നെത്തിയിരിക്കുന്നത്. ഇതോടെ സോഹൻ പേടിക്കാതെ ഇരിക്കൂ, കാര്യങ്ങളെല്ലാം ശരിയാകുമെടാ എന്ന് പറയുകയും നമ്മൾ ജയറാമിനെ പിന്തുടർന്ന് എവിടെയാണ് ദേവബാല എന്ന് കണ്ടെത്താൻ തീരുമാനിക്കുകയാണ് എന്നും അയാളെ ഞാൻ പിന്തുടരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് സോഹൻ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ജയറാമിന്റെ പ്രവൃത്തികൾ അയാൾ വീക്ഷിച്ചതിനെ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ദേവബാലയെ ഒളിപ്പിച്ചിട്ടുള്ള സ്ഥലം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് സോഹന്. ഉടൻ തന്നെ ഈ വിവരം അഭിഷേകിനെ അറിയിക്കുന്ന സോഹൻ വേഗം വരണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തതിനെ തുടർന്ന് കുതിച്ചെത്തിയിരിക്കുകയാണ് അവിടേക്ക് അഭിഷേക്. അഭിഷേകിനെ കാണുന്ന ദേവബാല വളരെയധികം സന്തോഷിക്കുകയും എന്നെ രക്ഷിക്കുന്നതിനായി നീ വരും എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന അഭിഷേക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും കാര്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ദേവബാല തന്നെ അയാൾ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം തുറന്നു പറയുന്നു. അയാളെ ഉടൻ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ആദ്യം തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള കാര്യം അഭിഷേക് വ്യക്തമാക്കുകയും ദേവബാലയെ അച്ഛൻ കുറെ നേരമായി അന്വേഷിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ തൽക്കാലത്തേക്ക് അഭിഷേകിനെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ദേവബാലയെ കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.